ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ചോദ്യം 1. എപ്പോഴാണ് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത്? ഉത്തരം: മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ. അടുത്ത ചോദ്യം: ആദാമിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ശേത്ത് ജനിച്ചത്? ഉത്തരം: 130. അടുത്ത ചോദ്യം: ആദാമിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ജനിച്ച മകൻ ആര്? ഉത്തരം: ശേത്ത്. അടുത്ത ചോദ്യം: ശേത്ത് ജനിച്ച ശേഷം ആദാം എത്ര സംവത്സരം ജീവിച്ചിരുന്നു? ഉത്തരം: 800 സംവത്സരം. അടുത്ത ചോദ്യം: ആദാമിൻ്റെ ആയുഷ്കാലം എത്ര? ഉത്തരം: 930 സംവത്സരം. അടുത്ത ചോദ്യം: ഏനോശിനെ ജനിപ്പിക്കുമ്പോൾ ശേത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു? ഉത്തരം: 105 വയസ്സ്. അടുത്ത ചോദ്യം: ശേത്തിൻ്റെ ആയുഷ്കാലം എത്ര? ഉത്തരം: 912 സംവത്സരം. അടുത്ത ചോദ്യം: ഏനോശിൻ്റെ ആദ്യജാതൻ ആര്? ഉത്തരം: കെനാൻ. അടുത്ത ചോദ്യം: ഹാനോക്കിൻ്റെ പിതാവ് ആര്? ഉത്തരം: യാരേദ്. അടുത്ത ചോദ്യം: മെതുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് എത്ര സംവത്സരം ദൈവത്തോടു കൂടി നടന്നു? ഉത്തരം: 300 സംവത്സരം. അടുത്ത ചോദ്യം: അവൻ ദൈവത്തോടു കൂടി നടന്നു, ദൈവം അവനെ എടുത്തതിനാൽ കാണാതെയായി. ആരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഹാനോക്ക്. അടുത്ത ചോദ്യം: ആദ്യമായി കാണാതായ വ്യക്തി ആര്? ഉത്തരം: ഹാനോക്ക്. അടുത്ത ചോദ്യം: ദൈവത്താൽ എടുത്തുകൊള്ളപ്പെട്ടവർ ആരെല്ലാം? ഉത്തരം: ഹാനോക്കും ഏലിയാവും. അടുത്ത ചോദ്യം: ദൈവത്തോടു കൂടെ നടന്ന 2 പേർ ആരെല്ലാം? ഉത്തരം: ഹാനോക്കും നോഹയും. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച മനുഷ്യൻ ആര്? ഉത്തരം: മെതുശലേഹ്. അടുത്ത ചോദ്യം: മെതുശലേഹിൻ്റെ ആയുഷ്കാലം എത്ര? ഉത്തരം: 969 സംവത്സരം. അടുത്ത ചോദ്യം: നോഹയുടെ പിതാവിൻ്റെ പേര്? ഉത്തരം: ലാമേക്ക്. അടുത്ത ചോദ്യം: നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം: ആശ്വാസം. അടുത്ത ചോദ്യം: നോഹയുടെ പുത്രന്മാർ ആരെല്ലാം? ഉത്തരം: ഷേം, ഹാം, യാഫേത്ത്. അടുത്ത ചോദ്യം: ഷേം, ഹാം, യാഫേത്ത് എന്നിവർ ജനിച്ചപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഉത്തരം: 500 വയസ്സ്. ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യത്തിനും അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്ക് അത് നോക്കി റെഫർ ചെയ്യാം. അപ്പോൾ അടുത്ത് നമുക്ക് 6-ാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് പിന്നെയും കാണാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.